ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ് തേർഡ് പാർട്ടി അവരുടെ ജീവിതത്തിൽ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കറണ്ട് എനർജി എന്താണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആകാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും തേർഡ് പാർട്ടി ആകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ വളരെയധികം ഭയത്തിലാണ് എന്നാണ്. ആ ഒരു ഭയത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരി എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരമോ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളുമൊത്ത് വീണ്ടും പഴയതുപോലെ ആകാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നിവിടെ കാണാം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അതായത് നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ. അല്ല, ഇനി നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളായിരുന്നു ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമൊത്ത് ഒരു ജീവിതം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലരുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരം അവരുടെ ഫാമിലിയിൽ അവർ നടത്തിയതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ചർച്ച അവരുടെ ഫാമിലിയിൽ വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കഥകളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി അനാവശ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയോട് കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പാർട്ട്ണറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഭയമാണ് എന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി, അവർ നിങ്ങൾക്കെതിരെ ചെയ്ത ആ ഒരു നെഗറ്റീവായിട്ടുള്ള സ്പെൽ വർക്ക്സ് ആയാലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ക്രിയകളോ അല്ലെങ്കിൽ അവർ ചെയ്ത എന്ത് തന്നെ ആയാലും അത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങളത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പവർ ഉണ്ട് എന്ന് ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും ഇൻഡ്യൂഷൻ പവർ ഒരുപക്ഷെ ഇതിനകം വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടാകാം. അത് അവർക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും മുൻപത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്പിരിച്വൽ ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് അവർക്ക് അറിയാമെങ്കിൽ അതുമാകാം അവരിപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഭയക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഭയത്തിൻ്റെ നല്ല രീതിയിലുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ വളരെയധികം അസ്വസ്ഥതയും ഉണ്ടാകുന്നുണ്ട്. കാരണം അവർ നിങ്ങൾക്കെതിരെ ചെയ്ത ഓരോ കർമ്മങ്ങളും ഇന്ന് അവരിലേക്ക് തന്നെ തിരികെ ചെല്ലുകയാണ്. ആ ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ തേർഡ് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ അവർ വളരെയധികം അസ്വസ്ഥരാണ്. കാരണം പാസ്റ്റിൽ അവർ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവർക്കെതിരായിട്ട് വരുന്നവർക്കെല്ലാം തന്നെ അവർ പല രീതിയിൽ മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ പോലും ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിജയിക്കുകയും ചെയ്തു. അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ പൂർണ്ണമായിട്ട് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പല സമയത്തും അവരുടെ പല പദ്ധതികളും ഫെയിലായി പോയിരുന്നു. അവർ വിചാരിച്ച രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്തിന് ശേഷം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നിങ്ങളെ തൊട്ടപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പൂർവികർ, അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പൂർവികരുടെ, നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാകാം. വളരെ പുണ്യ ആത്മാവെന്നൊക്കെ പറയും പോലെ അത്രയും പ്യുവറായിട്ടുള്ളൊരു സോള് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പൂർവികരിൽ. അത്രയും പ്യുവറായിട്ടുള്ള ആ ഒരു സോള് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അത് നിങ്ങളുടെ അമ്മയുടെ സൈഡിൽ നിന്നോ അച്ഛൻ്റെ സൈഡിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു പുണ്യാത്മാവ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഒരു ഏഞ്ചലിനെ പോലെ നിങ്ങളുടെ പുറകെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ പവിത്രമായിട്ടുള്ളൊരു ആത്മാവ്
അങ്ങനെ പ്യുവർ ആയിട്ടുള്ള ഒരു സോള് നിങ്ങളുടെ അടുത്തുണ്ട്. ആ ഒരു പ്യുവർ ആയിട്ടുള്ള ആ ഒരു സോള് വളരെയധികം സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഊർജത്തെ ഉണർത്തിയ ഒരു വ്യക്തിയാണ്. അത്രയും പ്യുവർ ആയിട്ടുള്ള, അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൻ്റെ, പൂർവികരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സോള് ഈ ഒരു തേർഡ് പാർട്ടിയിൽ വളരെയധികം ദേഷ്യത്തോടെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ അവരും നോക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ ദുഷിച്ച കർമ്മങ്ങൾ കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ പൂർവികരും അവരോട് ദേഷ്യത്തിലാണ്. കാരണം അവർ നന്മകളൊന്നും ചെയ്യുന്നില്ല. അവരുടെ ഇൻറ്റൻഷൻസ്, അവരുടെ ഉദ്ദേശങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളൊന്നും തന്നെ നല്ലതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ പൂർവികരും അവരോട് സ്നേഹമല്ല കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ചെയ്യുന്നത് തെറ്റാണ്. ഈ രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നിന്നും എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വിജയിക്കാതെ പോകുന്നത്. അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവർ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഡിസ്റ്റർബ്ഡുമാണ്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി ആരെയോ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആസ്ട്രോളജറിനെയോ അല്ലെങ്കിൽ ഒരു ടാരോ റീഡറിനെയോ ആരെയോ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇവർക്കൊരു വാണിംഗ് കൊടുത്തതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സോളിനെ കുറിച്ച് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഇതൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങളോട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർണിംഗ് കൊടുത്തതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഏഞ്ചലിനെയോ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഗൈഡിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പറഞ്ഞ ആ ഒരു പൂർവികനെയോ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇവരോട് പറഞ്ഞു കൊടുത്തതായിട്ടാണ്, അതായത് ഈ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞു കൊടുത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു ഓർഡിനറി ആയിട്ടുള്ളൊരു സോളല്ല, നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സോളാണ്. നിങ്ങൾക്കൊരു സംരക്ഷണ വലയമുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പൂർവികർ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ തൊട്ടാൽ തിരിച്ച് നല്ല രീതിയിൽ പണി കിട്ടും എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ പുറകെ ഇനി പോകണ്ട. ഇൻ കേസ് നിങ്ങൾ പോയാലും അത് നിങ്ങൾക്ക് വിജയിക്കില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അവരുടെ അടുത്ത് നടക്കില്ല, അത് നിങ്ങൾക്ക് തന്നെ കൂടുതൽ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ക്രിയകൾ ചെയ്തിട്ടുണ്ട്. ആ ക്രിയകൾ ചെയ്തത് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോടോ അല്ല, നെഗറ്റീവായിട്ടുള്ള എനർജികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ, അതായത് നെഗറ്റീവ് ഉദ്ദേശങ്ങൾ നടക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവരുടെ പുറകെ ആ ഒരു നെഗറ്റീവ് എനർജി അവരെ വിട്ടു പോകില്ല. അത്ര പെട്ടെന്ന് ഇവർക്ക് അതിൽ നിന്നും, ആ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അവരെന്തൊക്കെ ചെയ്താലും ആ ഒരു എനർജീസ് അവരെ വിട്ടു പോകില്ല എന്നാണ് കാണുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നെഗറ്റിവിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതായത് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു എനർജിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കില്ലല്ലോ. പോസിറ്റീവായിട്ടുള്ള എനർജികൾക്ക്, അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭഗവാൻ, അവർക്ക് നമ്മുടെ ഒരു സറണ്ടർ, നമ്മൾ മനസ്സുകൊണ്ട് ഉള്ള സമർപ്പണം അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒന്നും അങ്ങോട്ട് അവർ ആവശ്യപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനാണ് നമ്മൾ ഓരോന്നും അമ്പലത്തിൽ പോയി കൊടുക്കുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സുകൊണ്ടുള്ള സമർപ്പണം അല്ലെങ്കിൽ സഹജീവികളോടുള്ള ആ ഒരു സ്നേഹം, അവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുക, ഇതൊക്കെയാണ് ആ ഒരു നല്ല കർമ്മങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് ഭഗവാൻ തന്നതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതെടുത്ത് എന്താണ് കൊടുക്കാനുള്ളതില്ല. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾക്ക്
ആ ഒരു ഹയർ പവറിന് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ അത് വേറൊന്നാണ്. നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് എങ്ങനെ പോയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നു, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഗുഡ് കർമ്മയാണ് അവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ എല്ലാ വ്യക്തികളെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെയാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗുഡ് കർമ്മയാണ് ഉണ്ടായത്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ ഈ ഒരു നല്ല ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുകയായിരിക്കും ചെയ്തത്. പക്ഷെ എങ്ങനെ പോയാലും നിങ്ങൾ അവിടെ ഒരു ഗുഡ് കർമ്മം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ലൊരു കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെയുണ്ട്. ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ ഒരു കർമ്മം, നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മം അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വഴി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ ഒരു ഗുഡ് കർമ്മ നിങ്ങളിലേക്ക് തന്നെ വരും. അതുപോലെ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കേസിലും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബാഡ് കർമ്മയാണ്, അതായത് തെറ്റാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മോശമായിട്ടുള്ളൊരു കർമ്മമാണ് അവരോട് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജികൾക്ക് അവരെന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവർ ഈ ഒരു ബാഡ് കർമ്മ അവിടെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ അവിടെ നല്ലൊരു അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ഫലം ആ ഒരു സമയത്ത് കിട്ടിയിരിക്കാം. പക്ഷേ ഓൾറെഡി അവരൊരു ബാഡ് കർമ്മ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അതേ രീതിയിലുള്ളൊരു കർമ്മം തിരിച്ച് കിട്ടും എന്നുള്ളത് അവരന്ന് മനസ്സിലാക്കിയില്ല. പക്ഷെ ഇന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്, ഞാനത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആസ്ട്രോളജറിനെയോ ആരെയോ അവർ കൺസൾട്ട് ചെയ്തത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത ആ ഒരു പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള ഉദ്ദേശത്തോടെ നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മങ്ങൾ ബ്ലെസ്സിങ്സിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ നിന്നും ഫീൽ ചെയ്യുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലെന്ത് ചെയ്യണം എന്ന് ഈ ഒരു തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഞാൻ ഇത്രയധികം മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. അതുപോലെ നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങളിൽ ജാതി മത വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഏജ് ആയിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളിൽ ഇനി ഒരു ലവ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ കാണുന്നുണ്ട്. ഈ രീതിയിലുള്ള എനർജിയാണ് എനിക്കിവിടെ പിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, ഇനി നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ വ്യക്തിയുടെ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരനോ ആണ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നതെങ്കിൽ അവർ നിങ്ങളുടെ ബന്ധത്തിൽ അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. അവർ വളരെയധികം ഇൻസെക്യൂറാണ് അവർ നിങ്ങളെ കാണുമ്പോൾ. വളരെയധികം അസൂയയുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഇത്രയധികം ഇൻസെക്യൂർ ആകാനും അല്ലെങ്കിൽ അസൂയപ്പെടാനും ഒക്കെയുള്ള കാരണം നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും നിങ്ങൾ അവരെക്കാൾ എല്ലാ രീതിയിലും മികച്ചതാണ്. നിങ്ങൾ മെയിലായാലും ഫീമെയിലായാലും ആരായാലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിത്വം, നിങ്ങളുടെ ഈ രീതികൾ ഒക്കെ അവർക്ക് അവരെ വില കുറച്ച് തോന്നിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് അത്രയധികം കഴിവുണ്ടാകണമെന്നില്ല, അല്ല ഇൻ കേസ് അവർക്ക് നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കഴിവ് അവർ ഉപയോഗിക്കുന്നത് മറ്റ് കാര്യങ്ങൾക്കാണ്, അല്ലാതെ അവരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അത്രയും സ്ട്രെങ്ത്തും പവറും കരുത്തും വിജയിക്കണമെന്നുള്ള ആ ഒരു ഇതും അവരുടെ അടുത്ത് ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ പോലും അവരുപയോഗിക്കുന്നത് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും നിങ്ങളെ തകർക്കാനും ഒക്കെയാണ്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ള പല വ്യക്തികളും പല നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവാം, നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഇതൊക്കെ കാരണമാകാം ഇവർ വളരെയധികം ഇൻസെക്യൂർ ആയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തികൾ ചിന്തിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒത്ത് നല്ലതുപോലെ ജീവിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്റ്റർബ്ഡ് ആകും, നിങ്ങൾ ഉയരില്ല. ഈ ഒരു രീതിയിലാണ്, അതായത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും ഒരേ മനസ്സോട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. കാരണം അവർക്ക് അതാണ് അറിയാമെന്നുള്ളത്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ബന്ധങ്ങളെ തകർക്കുക. അസൂയയാണ്, വളരെയധികം അസൂയയാണ്.
ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവർ നിങ്ങളുടെ പാർട്ട്ണറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പാസ്റ്റിൽ അവർ ചെയ്തിട്ടുമുണ്ട്, അതിലവർ സക്സസ് ആയിട്ടുമുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിലൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മെയിലായാലും ഫീമെയിലായാലും വളരെ നല്ലൊരാളിനെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിയേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവരെ അങ്ങ് വിട്ടേക്ക്, ഇവർ വേണ്ട, ഇവരെക്കാൾ ബെറ്റർ നിനക്ക് കിട്ടും, ഈ ഒരു രീതിയിലൊക്കെ അവരെ തോന്നിപ്പിക്കാനായിട്ട് പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല പ്രാവശ്യം പാസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച വ്യക്തികളാണെങ്കിൽ ഇങ്ങനെയുള്ള മാനിപ്പുലേഷനൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഇവർ നടത്തിയിട്ടുണ്ട്. അതായത് ഡിവോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ സിബ്ലിങ്സിനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവരോടും പറഞ്ഞിട്ടുണ്ട്, മാറ്, ഇതിൽ നിന്ന് മാറ്, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് കിട്ടും, ഇവരത്ര നല്ലതൊന്നുമല്ല, മികച്ചതൊന്നും അല്ല. ഈ ഒരു രീതിയിലൊക്കെ പല രീതിയിലും അവരുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവർ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മികച്ചത് കിട്ടും എന്നുള്ളത് വെറും പറച്ചിൽ മാത്രമാണ്. കാരണം ഈ ഒരു തേർഡ് പാർട്ടിക്ക് തന്നെ അറിയാം നിങ്ങൾ വളരെയധികം മികച്ചതാണ്, നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളോട് അസൂയ ഉള്ളതും. അവർക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവരൊന്നും അല്ലാതെ തോന്നുന്നു. അതാണ് അവരുടെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്, അസൂയ. അത് തന്നെയാണ് അവരുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഇത്രയധികം മികച്ചതായി, എന്താണ് എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങളിലുള്ള ഈ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു അസൂയ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കാനും ഈ ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഇവർക്ക് പ്രേരണയായത്. ഈ ഒരു അസൂയ തന്നെയാണ് നിങ്ങളെ പാർട്ട്ണറിനെ നിങ്ങൾക്കെതിരെ തിരിപ്പിക്കാനും നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കുന്നത് തടയാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ കാരണമായത്. ഈ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു മാനിപ്പുലേഷൻ, ഇവർ നടത്തുന്ന ഈ ഒരു മാനിപ്പുലേഷനും ഇപ്പോൾ 50% എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളിൽ പല വ്യക്തികളുടെയും പാർട്ട്ണറിന് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം, നിങ്ങളായിരുന്നു ശരി, അവർക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാർട്ട്ണറിന്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ 100% അവരങ്ങ് എടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ അവരെടുക്കുന്നുണ്ട്. എന്ത് വന്നാലും പറ്റിയാൽ, നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവർ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അവർ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുന്നുണ്ട്. കാരണം അവരിൽ ഇന്ന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. 50% ആൾക്കാരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ബാക്കി 50% ആൾക്കാർക്കും ഇപ്പോഴും ആ ഒരു ബോധ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ ഒരു മാനിപ്പുലേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ വൈകാതെ തന്നെ അതിലും മാറ്റം വരും. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത് പോലെ അതിലും മാറ്റം വരും. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ പുറകിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിലോ ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും ചില വ്യക്തികൾക്ക്. തുടക്കക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ആദ്യമേ കയറി നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സമയം കഴിയും തോറും അവർ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങളുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നതാണ് ഈ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ പാർട്ട്ണർ വഴി. ആ ഒരു സമയത്ത് നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വിചാരിക്കും, തേർഡ് പാർട്ടി പറഞ്ഞത് ശരിയാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ റിയാക്ട് ചെയ്യാതെ നിങ്ങൾ സ്വന്തം കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ചേസ് ചെയ്യാൻ നടക്കാതെ, അവരുടെ പിറകെ ഓടാതെ നിങ്ങൾ സമാധാനപരമായിട്ടിരിക്കുക. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു സോളിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അറിയാതെ മറ്റൊന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾ സമീപനം പാലിക്കുക. നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ പ്ലാനിങ്സ് എല്ലാം തന്നെ പൊളിയുകയും ചെയ്യും. നിങ്ങളുടെ പാർട്ട്ണർ സമയം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ അവർക്ക് വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.